ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബ്ലാക്ക് കളർ ബോട്ടിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലൂ കളറും വൈറ്റ് കളറൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗോൾഡൻ കളർ ഇല്ലെങ്കിൽ യെല്ലോ കളർ ആണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വരച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഗോൾഡൻ കളറ് ഇതുപോലെ ബ്രഷിലെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ബ്ലൂ കളർ ഉപയോഗിച്ചിട്ട് ഓരോ പെറ്റൽസ് വരച്ചു കൊടുക്കണം. അപ്പോൾ അത് ആ ബ്രഷിൽ ബ്ലൂ കളർ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ അറ്റം വരുന്ന ഭാഗമില്ലേ, അത് ഇതുപോലെ വിടർത്തി ബ്രഷ് വെച്ചതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഉള്ളൂ നമ്മുടെ കറക്റ്റ് ആ പെറ്റൽസിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബോട്ടിൽ ഫുള്ള് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പ്രസ് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പൂക്കളുടെ വലിപ്പം കൂട്ടണമെങ്കിൽ വലിയ പെറ്റൽസ് വരച്ചു കൊടുക്കാം. അതല്ല ചെറിയ പൂക്കൾ മതിയെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കി ഫുള്ള് പൂക്കൾ വരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സെയിം കളർ കോമ്പിനേഷൻ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ട് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഫുള്ള് പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇതിനിടയിലേക്കായിട്ട് ലീഫുകളൂടെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ലീഫുകൾ ഓരോന്നായിട്ട് വരച്ചു കൊടുക്കാം. അപ്പം അതിനുവേണ്ടി ഞാൻ ഇതുപോലത്തെ ലൈറ്റ് ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ലൈറ്റ് കളർ ഗ്രീൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ചെറിയൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ലീഫുകൾ ഫുള്ളൊന്ന് വരച്ചെടുക്കാം. ചെറിയ ലീഫുകൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതല്ല വലിയ ലീഫുകൾ വരച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വലിയ ലീഫുകൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബോട്ടിൽ ഫുള്ള് ലീഫുകൾ ഓരോന്നായിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ലീഫുകളെല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഇടയിലേക്കായിട്ട് ഞാൻ ചെറിയ വള്ളികളൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് ബോട്ടിലെ ഏറ്റവും മുകൾ ഭാഗത്ത് കുറച്ച് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ബോട്ടിലിൽ ഒരു നല്ലൊരു ലുക്ക് കിട്ടും. അപ്പോൾ അതാ ഇതുപോലെ ജസ്റ്റ് അതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമായിട്ട് ലൈറ്റ് കളറിൽ ഞാൻ ഈ സെയിം ഗ്രീൻ കളർ തന്നെ അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബോട്ടിലാട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.